ശ്രദ്ധേയമാകുന്ന സുപ്രീം കോടതിയുടെ വിധി ഇന്നാണ് ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് ചൂട് പാരമ്യത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായി വാർത്താരംഭം തുടക്കത്തിൽ തന്നെ അവതരിപ്പിക്കുന്നത് SSLC പരീക്ഷയാണ്. പരീക്ഷയിലെ വിജയം എന്നത് ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്ന ഒന്നല്ല. പക്ഷേ നമ്മുടെ കുട്ടികൾ പരീക്ഷകളെ നേരിടാൻ പഠിക്കണം. SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 4,27,105 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നത്. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലായി 2,971 പരീക്ഷാ കേന്ദ്രങ്ങൾ ആണ് സജ്ജീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് VV അരുണും കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം അരുണിലേക്ക്. അരുൺ, തെരഞ്ഞെടുപ്പ് ചൂട് ഒരു ഭാഗത്ത്, അതിനപ്പുറത്ത് വേനൽ ചൂട് മറ്റൊരു ഭാഗത്ത്, കുട്ടികൾക്ക് പരീക്ഷാ ചൂട്. അഭിലാഷ്, SSLC പരീക്ഷ അല്പസമയത്തിനകം ആരംഭിക്കും. 9:30-ക്കാണ് പരീക്ഷ ആരംഭിക്കുക. മലയാളം പേപ്പർ 1 ഇന്ന് പരീക്ഷയുള്ളത്. കുട്ടികൾ അവസാനവട്ട തയ്യാറെടുപ്പിലാണുള്ളത്. പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലൂടെ കുട്ടികൾ അവസാനവട്ട തയ്യാറെടുപ്പിലാണ്, പരീക്ഷയുടെ തയ്യാറെടുപ്പിലാണ്. 9:30-ക്ക് ക്ലാസ്സിൽ കയറണം അല്ലേ? എന്നിട്ട് പരീക്ഷ തുടങ്ങും. പരീക്ഷ തുടങ്ങും. കൂൾ ഓഫ് ടൈം 15 മിനിറ്റ്. 9:45 തുടങ്ങും അല്ലേ? എല്ലാം പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞോ? കുട്ടികൾ ഈ അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. പട്ടം ഗേൾസ് സ്കൂളിലെ കുട്ടികൾ. ഏതായാലും 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. നമുക്കറിയാം, പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പായിട്ട് 15 മിനിറ്റ് കുട്ടികൾക്ക് ഒരു കൂൾ ഓഫ് ടൈം സർക്കാർ നൽകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. അതിനുശേഷം പരീക്ഷയിലേക്ക് പോകും. ഏതായാലും കുട്ടികളെല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ് വരുന്ന ദിവസങ്ങളിലും. നമുക്കറിയാം, അഭിലാഷ് സൂചിപ്പിച്ച പോലെ കനത്ത ചൂട് സംസ്ഥാനത്ത്, അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കാൻ. സാർ വൈസ് പ്രിൻസിപ്പളാണല്ലോ അല്ലേ? എന്തൊക്കെ ഒരുക്കങ്ങളാണ് സാർ ഈ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട്? ബന്ധപ്പെട്ട് സാധാരണ രീതിയിൽ എന്തൊക്കെയാണ് ക്രമീകരണം നടത്തി കഴിഞ്ഞു. കുട്ടികൾ അവയുടെ മാക്സിമം ലെവൽ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ മാക്സിമം. ചൂടാണ്, ഈ ചൂട് മറികടക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഞങ്ങളിപ്പം വെള്ളം വെള്ളം കൊടുക്കണം. വെള്ളം ഓരോ റൂമിൻ്റെ ഫ്രണ്ടിലും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യ സമയത്ത് കുട്ടികൾ കുടിക്കാൻ ക്രമീകരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. എത്ര കുട്ടികളാണ് ഇവിടെ പരീക്ഷ? 87. 10ാം ക്ലാസ്സിൽ പരീക്ഷ കുട്ടികൾ. ഹയർ സെക്കൻഡറി പരീക്ഷയും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷ നാളെ ഉണ്ട്. ഇന്നില്ല. SSLC ക്ലാസ് അവർക്കില്ല. ഒരു ദിവസം കുട്ടികളൊക്കെ വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോഴും. കുട്ടികൾ നല്ല കുഞ്ഞുങ്ങളാണ്. അവർ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് വലിയ നമ്മൾ സാധാരണ അഭിലാഷ പരീക്ഷയ്ക്ക് നമ്മൾ വലിയ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. കുട്ടികൾ ശരിക്കും അവരൊരു ഉല്ലാസം, അവർ ശരിക്കും ആഹ്ലാദിച്ച് ഇരിക്കുകയാണ് പരീക്ഷാ ഹാളിൽ. പഴയപോലുള്ള ടെൻഷനൊന്നും കുട്ടികൾക്ക് ആ രീതിയിൽ കാണുന്നില്ല. വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. സ്കൂളിലും വെള്ളമൊക്കെ റെഡിയായിക്കൊണ്ട് വളരെ ഹാപ്പിയാണല്ലോ. എല്ലാം പഠിച്ചോണ്ടായിരിക്കും അല്ലേ? എല്ലാ പരീക്ഷയ്ക്കും എല്ലാ പരീക്ഷയ്ക്കും അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ് ചിരിച്ചുകൊണ്ട് പരീക്ഷ നേരിടുന്ന കുട്ടികൾ. ശരിക്കും സന്തോഷമുള്ള കാഴ്ച തന്നെയാണ്. പരീക്ഷ പേടിയല്ല. പരീക്ഷ ഒരു ഉല്ലാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിനോദ യാത്രയൊക്കെ പോകുമ്പോൾ എങ്ങനെ ഉല്ലാസിക്കും, ആ രീതിയിൽ കുട്ടികൾ പരീക്ഷയെ കൈകാര്യം ചെയ്യുന്നുള്ള ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. അഭിലാഷ്, തിരുവനന്തപുരത്ത് നിന്നും VV അരുൺ, ഒപ്പം നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, അവിടെ അരുൺ സൂചിപ്പിച്ചു കുട്ടികൾക്കൊന്നും ഒരു ടെൻഷനും ഇല്ല. അവരൊക്കെ ചിരിച്ച് കളിച്ചാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. അരുണും അങ്ങനെയായിരുന്നു എന്ന് തോന്നുന്നു. കാരണം പഠിച്ചില്ലെങ്കിലും നമുക്ക് ടെൻഷൻ വേണ്ടല്ലോ. എന്താണ് കൊച്ചിയിൽ നിന്നുള്ള ഒരു സാഹചര്യം? നവമി പരീക്ഷ എഴുതിയതുപോലെയുള്ള ഒരു സാഹചര്യത്തിലാണോ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്? അഭിലാഷ്, ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോയപ്പോൾ എനിക്ക് ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷെ ഈ കുട്ടികളെ കണ്ടിട്ട് എനിക്കാ ടെൻഷൻ. ഞാനിവിടെ നിന്ന് ടെൻഷൻ അടിക്കുക. അരുണിനെ പോലെയാണോ? പഠിക്കാത്തത് കൊണ്ടുള്ള എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കണേ എന്നുള്ളതായിരുന്നോ?
അതെ, തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചാലല്ലേ ഉള്ളൂ ടെൻഷൻ അടിക്കേണ്ടത് എന്തായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ എന്ന്. പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ വലിയ ടെൻഷനൊന്നും വേണ്ടല്ലോ. എന്തായാലും ഫസ്റ്റ് ബെൽ അടിച്ചിരിക്കുന്നു, കുട്ടികളെല്ലാം ക്ലാസ്സിലേക്ക് കയറാൻ തുടങ്ങി. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ഗേൾസിലാണ്. ഇവിടെ 140 കുട്ടികളാണ് എക്സാം എഴുതുന്നത്. 10 ഹാളുകളുണ്ട്. അതിൽ 7 ഹാളുകൾ കുട്ടികൾക്കും 3 ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഹാളുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതെ, കുട്ടികളൊക്കെ ഹാളിലേക്ക് കടക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ടെൻഷൻ ഉണ്ടോ? ഭയങ്കര ടെൻഷനൊന്നും വേണ്ട, കൂളായിട്ട് പോയി എഴുതിട്ടാ. പഠിച്ചല്ലോ? കുറച്ചൊക്കെ പഠിച്ചു. എങ്ങനെയുണ്ട്? ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട് ടെൻഷൻ ഉണ്ട്. ആണ്. എല്ലാം പഠിച്ചു, പിന്നെ എന്തിനാ ടെൻഷൻ? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പഠിച്ചല്ലോ? കൂളായിട്ട് പോയി എഴുത്. കുട്ടികൾക്ക്, ഇവിടുത്തെ കുട്ടികൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അവരത് ടീച്ചർമാർ ആദ്യം തന്നെ ഇവരെല്ലാവരും ഒന്നിച്ചിരുത്തി ക്ലാസ്സുകളൊക്കെ കൊടുത്തു. ടെൻഷനൊന്നും അടിക്കണ്ട, കൂളായിട്ട് പോയി പരീക്ഷ എഴുതുക. 10ാം ക്ലാസ് ജീവിതത്തിന്റെ അവസാനത്തതൊന്നും അല്ല. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, എന്താകും, +1 അഡ്മിഷൻ കിട്ടണം. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു. ചോദ്യപേപ്പർ കിട്ടിയതിന് ശേഷം ഒരു കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ സമയത്ത് സമാധാനത്തോടെ ഇരുന്ന് പഠിച്ചതെല്ലാം ഒന്ന് ഓർത്തെടുക്കുക. അതിനുശേഷം എക്സാം എഴുതുക. 11:30 വരെയാണ് എക്സാം. ഇന്ന് മലയാളവും സംസ്കൃതവുമാണ് പ്രധാനമായിട്ടും ക്ലാസ്സുകളിൽ നടക്കുന്നത്. മലയാളം ഫസ്റ്റും സംസ്കൃതവും. അങ്ങനെ കുട്ടികളൊക്കെ തയ്യാറായി കഴിഞ്ഞു എക്സാം എഴുതാൻ. എറണാകുളം ജില്ലയിൽ 32,530 പേരാണ് ഇന്ന് എക്സാം എഴുതുന്നത്. 322 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. എറണാകുളത്ത് 100, ആലുവയിൽ 111, മൂവാറ്റുപുഴ 54, കോതമംഗലം 53 എന്നിങ്ങനെയാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ഉദയപേരൂരിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇന്ന് എക്സാം എഴുതുന്നത്, 527. അങ്ങനെയാണ് എറണാകുളം ജില്ലയിലെ കണക്കുകൾ. ഇപ്പോൾ നിൽക്കുന്ന ഗേൾസ് സ്കൂളിൽ 140 കുട്ടികളാണ് ഇന്ന് എക്സാം എഴുതുന്നത്. 10 ഹാളുകളുണ്ട്. 7 ഹാളുകളിൽ 3 ഹാളുകൾ ഇത് ഭിന്നശേഷി ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥന, അതിനുശേഷമായിരിക്കും കുട്ടികൾക്ക് എക്സാം എഴുതുന്നതിൻ്റെ ആദ്യത്തെ ബെല്ലടിക്കുക. അതിനുശേഷം ചോദ്യപേപ്പർ നൽകും. കൂൾ ഓഫ് ടൈം, ആ കൂൾ ഓഫ് ടൈമിന് ശേഷമാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. എന്തായാലും കുട്ടികൾക്കൊക്കെ ടെൻഷനുണ്ട് എങ്കിൽ പോലും ആത്മവിശ്വാസത്തോടെ പോയി എഴുതുക. നമ്മൾ പഠിച്ചതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ചോദ്യത്തിൽ വരുന്നത്. അഭിലാഷ്. എന്തായാലും നമ്മുടെ വാർത്താരംഭത്തിന്റെ തുടക്കം ഈ പരീക്ഷാ ചൂടിനെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടാണ്. നവമി തന്നെ സൂചിപ്പിച്ചു, ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നത് ഈ പരീക്ഷയിലെ ഉയർന്ന മാർക്കൊന്നുമല്ല എന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അമിത പ്രാധാന്യമൊന്നും ഈ വാർത്തയ്ക്ക് ന്യൂസ് 18 നൽകുന്നില്ല. ആ പ്രാർത്ഥനാ ഗീതത്തിൽ പറയുന്നത് പോലെ ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ മിഴിതുറക്കൂ എന്നാണ്. നമ്മൾ പരസ്പര സ്നേഹത്തോടെയും സഹകരണത്തോടെയും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ പരാജയപ്പെട്ടവനെയും ഒപ്പം നിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അമിത പ്രാധാന്യത്തിലേക്കില്ല. SSLC പരീക്ഷ ആരംഭിക്കുന്നു, കുട്ടികൾ നന്നായി പരീക്ഷ എഴുതട്ടെ. എന്നാൽ അമിത പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വാർത്തയിലേക്കാണ് ഇനി. അത് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാണ് എന്നുള്ളതാണ്. KSU, യൂത്ത് ലീഗ് തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ക്യാമ്പസിലേക്ക് ഇന്ന് മാർച്ച് നടത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കും. കേസിൽ ആദ്യം പിടിയിലായ 6 പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ബാക്കിയുള്ള 12 പ്രതികളെ കൂടി വിശദമായി ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ജിൻസ് തോട്ടുങ്കരയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഒപ്പം VV അരുണും ഉണ്ട്. അതിൽ ജിൻസിലേക്ക് ആദ്യം. ജിൻസ്, SSLC പരീക്ഷ എഴുതാൻ കുട്ടികൾ പോകുന്നു. അങ്ങനെ പഠിക്കുക, പരീക്ഷകളിൽ വിജയിക്കുക, അല്ലെങ്കിൽ പരീക്ഷകളെ നേരിടാൻ അവർ പ്രാപ്തരാവുക, അതൊക്കെയാണ് പ്രധാനപ്പെട്ടത് എങ്കിൽ വയനാട്ടിൽ നിന്ന് വന്ന വാർത്ത അത്തരത്തിലുള്ള ഒരു സഹപാഠിയെ മാനസിക സംഘർഷത്തിലാക്കി അതിക്രൂരമായി മർദ്ദിച്ച് അവനെ മരണത്തിലേക്ക് തള്ളിയിട്ടു എന്നുള്ളതാണ്. അതിൽ
പ്രതികൾക്ക് ശിക്ഷ ലഭിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം. വാർത്താ പ്രാധാന്യം മാത്രം പോരാ. ആ തെളിവുകൾ എങ്ങനെ ശേഖരിക്കാനാണ് പോലീസിന്റെ ശ്രമം? പ്രത്യേക അന്വേഷണ സംഘം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പ്രതിഷേധമാണ് ഇന്നും അരങ്ങേറുന്നത്. KSU യൂത്ത് ലീഗ് വിദ്യാർത്ഥി സംഘങ്ങളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം. അതായത് ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ പേർക്കും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ഈ കോളേജിലെ അധ്യാപകർക്കും ഡീനിനുമെതിരെ ഈ കേസിൽ പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഇവർ ഈ സമരത്തിലേക്ക് കടക്കുന്നത്. അതേസമയം തന്നെ ഈ 12 പേരും പ്രതി ചേർക്കപ്പെട്ട 12 പേരും പിടിയിലായിരുന്നു. ഇന്നലെ ഒരാളെ വെച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ആദ്യമേ പോലീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം സൂചിപ്പിച്ചതുപോലെ ഈ സിദ്ധാർത്ഥൻ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരുന്നു, കൂട്ടവിചാരണയ്ക്ക് ഇരയായിരുന്നു എന്നുള്ളതെല്ലാം തന്നെ ഇന്നലെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ പ്രതികൾക്കെതിരെ നിലവിൽ സംഘം ചേർന്ന് മർദ്ദിക്കൽ, അന്യായമായി തടഞ്ഞുവെക്കൽ, ആയുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ, ആത്മഹത്യ, കുറ്റ പ്രേരണ തുടങ്ങിയ ഈ കുറ്റങ്ങൾക്കൊപ്പം തന്നെ റാഗിംഗ് നിരോധന നിയമപ്രകാരവുമായിരുന്നു കേസെടുത്തത്. അതേസമയം തന്നെ ഇന്നലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നു. അതിനും കൃത്യമായി ഇവർ ഗൂഢാലോചന നടത്തി എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്താനാണ് പോലീസ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ഗൂഢാലോചനയ്ക്ക് വ്യക്തമായ തെളിവുകൾ അന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. മർദ്ദനത്തിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തുന്നത്. ഈ വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ മർദ്ദനത്തിന് മുൻപും ഗൂഢാലോചന നടന്നതായും പോലീസ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ റിമാൻഡ് റിപ്പോർട്ടിൽ വിശദമായി പറയുന്നുണ്ട്, ഈ സിദ്ധാർത്ഥ മരണത്തിന് മുന്നേ തന്നെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരുന്നു, കൂട്ടവിചാരണ നടന്നിരുന്നു എന്നുള്ളതെല്ലാം തന്നെ ഇന്നലെ തെളിവെടുപ്പിനും ഈ പ്രതിയെ കൊണ്ടുപോയ സമയത്തും ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിരുന്നു. എറണാകുളത്ത് നിന്നും മടങ്ങിയെത്തിയ സിദ്ധാർത്ഥിനെ 16-ന് പകല് ഹോസ്റ്റലിൽ തങ്ങിയിരുന്നു. ഈ സ്പോർട്സ് ഡേ ആയതുകൊണ്ട് തന്നെ ആ ഹോസ്റ്റലിൽ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് 9 മണി മുതൽ ഈ സിദ്ധാർത്ഥിനെ കോമ്പൗണ്ടിലെ കുന്നിൽ വെച്ച് അവിടെ കൊണ്ടുപോവുകയും ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്തു. സഹപാഠിയോട് മോശമായി പെരുമാറി എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഈ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചത്. 2 മണിക്കൂറോളം പിന്നീട് അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയും മർദ്ദനം നീളുകയും ചെയ്തു. പിന്നീട് ഹോസ്റ്റലിൽ വെച്ചായിരുന്നു വീണ്ടും ഈ 21-ാം നമ്പർ റൂമിൽ എത്തിച്ചായിരുന്നു ചോദ്യം ചെയ്യലും മർദ്ദനവും. ഇത് പിന്നെയും തുടർന്നു. ബെൽറ്റ് കൊണ്ടും അതുപോലെ തന്നെ ഈ വയറ് കൊണ്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് 1.5 മണിക്കൂർ ഈ മർദ്ദനം തുടരുകയും ഇതിനുശേഷം ഈ സിദ്ധാർത്ഥിനെ അടിവസ്ത്രം ധരിപ്പിച്ച നിലയിൽ ഹോസ്റ്റലിലെ നടുത്തളത്തിലെത്തിച്ചു. ഇവിടെ വെച്ചും ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി എന്നുള്ളത് നമ്മൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറയുന്ന കാര്യമാണ്. എന്തായാലും നിലവിൽ ഈ പ്രതികൾക്കെതിരെ കൃത്യമായി ഈ ഗൂഢാലോചന നടത്തി അതിനുള്ളതിനാൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റവും ചുമത്താനാണ് നിലവിൽ പോലീസ് ഒരുങ്ങുന്നത്. അതേസമയം തന്നെ ഈ പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ മുഴുവൻ പ്രതികൾക്കുമെതിരെ ഈ സാധാരണ കുറ്റമല്ല, കൊലക്കുറ്റത്തിന് തന്നെ കേസെടുക്കണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. ഇന്നലെ ഈ കേസിലെ മുഖ്യപ്രതി സിൻഡോ ജോൺസണെയായിരുന്നു പോലീസ് തെളിവെടുപ്പിന് എത്തിച്ചത്. എന്തായാലും ആദ്യം പിടിയിലായ 6 പേരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരും. അതേസമയം തന്നെ ബാക്കിയുള്ള 12 പേരെ കൂടി വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അഭിലാഷ്. റൈറ്റ്. തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ കൂടി ചേരുന്നു. അരുൺ, പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി തന്നെ തുടരുന്നുണ്ട്. ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളും KSU നേതാക്കളും ഒക്കെ സംയുക്തമായി വാർത്താസമ്മേളനം നടത്തും എന്ന് അറിയുന്നുണ്ട്. അതേസമയം വിഷയത്തെ പ്രതിരോധിക്കാനാണല്ലോ CPIM-ന്റെ നീക്കം. സിദ്ധാർത്ഥന്റെ മരണം വലിയ രാഷ്ട്രീയ വിഷയമായി സംസ്ഥാനത്ത് മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അത് വലിയ ചലനങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നത്. അവസരം പരമാവധി മുതലെടുക്കുകയാണ് പ്രതിപക്ഷവും. ഇന്ന് പ്രതിപക്ഷത്തെ 3 പ്രധാനപ്പെട്ട സംഘടനകൾ, യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ്, വിദ്യാർത്ഥി സംഘടനയായ KSU, മഹിളാ സംഘടനയും 3 സംഘടനയും ഒരുമിച്ച് മഹിളാ കോൺഗ്രസും സംയുക്തമായി ഇന്നൊരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു. സമ്മേളനത്തിൻ്റെ വിഷയം മറ്റൊന്നുമാകില്ല, അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിക്കും. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ MP, KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷി, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവർ സംയുക്തമായി, ഇവർ 3 പേർ ഒരുമിച്ച് അനിശ്ചിതകാല നിരാഹാര സമരത്തിനാണ് നീക്കം. സെക്രട്ടേറിയറ്റിന് മുന്നിലാകും നിരാഹാര സത്യാഗ്രഹ സമരം, അനിശ്ചിതകാല സമരം ആരംഭിക്കുക. കുറ്റക്കാർക്കെതിരെ ഡീൻ ഉൾപ്പെടെയുള്ളവരെ പ്രതികരിക്കണമെന്ന ആവശ്യമാണ് സമരക്കാർ മുന്നോട്ട് വയ്ക്കുക. 12 മണിയോടുകൂടി ഇവരുടെ വാർത്താ സമ്മേളനം
സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ ഉണ്ടാകും. അവിടെ നിന്ന് അവർ സമര പന്തലിലേക്ക് നീങ്ങുകയും ചെയ്യും. ആ രീതിയിലാണ് കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളുടെ സമര പ്രഖ്യാപനത്തിനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. കോൺഗ്രസും ശക്തമായ പ്രതിഷേധം തീരുമാനമെടുത്തിട്ടുണ്ട്. UDF കൺവീനറുടെ വാർത്താ സമ്മേളനം എന്നുണ്ട്. UDF ഒന്നാകെ വിഷയം ഏറ്റെടുക്കുകയാണ്. വിദ്യാർത്ഥികളെ ഒരു വിദ്യാർത്ഥി ഈ രീതിയിൽ SFI അനുകൂല വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടവർ കൊലപ്പെടുത്തിയ സംഭവം വലിയ പ്രതിഷേധമാണ്, വലിയ ഞെട്ടലാണ് സംസ്ഥാനത്ത് ആകമാനമുണ്ടാക്കിയത്. അതിൻ്റെ ഒരു അലയൊലികൾ സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒരുപക്ഷെ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. റൈറ്റ്. എന്തായാലും കേരളം ഒന്നാകെ ഞെട്ടലോട് കൂടി കേട്ട ഒരു വാർത്തയാണ്. ഈ വാർത്തയിൽ വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. ഈ അക്രമത്തിന് നേതൃത്വം നൽകിയത് SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളാണ് എന്നതുകൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഏറെ ഗൗരവത്തോടു കൂടിയാണ് ഈ പ്രതിഷേധത്തെ കാണുന്നത്. പക്ഷേ അവരുടെ വിദ്യാർത്ഥി സംഘടനകളെയും ഇതേ തരത്തിൽ തന്നെ ശാന്തമായി പ്രവർത്തിക്കാൻ, കോളേജിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, സഹപാഠികളോട് സഹവർത്തിത്വം പുലർത്താൻ പറഞ്ഞുകൊടുക്കാനും ഇവർ തയ്യാറാകണം. ഒപ്പം നാളെ മാതൃകയാകേണ്ട കുട്ടികൾ ആണ് ഇവരൊക്കെ. പക്ഷേ ഇത്തരം ക്രിമിനൽ സ്വഭാവവുമായി ഇവർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എന്താകും അവസ്ഥ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു വാർത്തയാണ് കൊയിലാണ്ടി SNDP കോളേജിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം പോലീസ് ഊർജിതമാക്കി എന്നുള്ളത്. 4 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് എടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥി ഇന്ന് കോളേജിന് രേഖാമൂലം പരാതി നൽകും. അതേസമയം പരാതിക്കാരനായ വിദ്യാർത്ഥി റാഗിങ്ങിന് നേതൃത്വം നൽകിയത് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത് എന്നാണ് SFIയുടെ പ്രതികരണം. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് ഇതിൽ ഇരയുടെയും അതോടൊപ്പം തന്നെ പ്രതിസ്ഥാനത്തുള്ളവരുടെയും വാദങ്ങൾ? അഭിലാഷ്, നമുക്ക് മനസ്സിലാവുന്ന രണ്ട് ഭാഗത്തുനിന്നും ചില പ്രശ്നങ്ങൾ ഈ കോളേജിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഈ കോളേജിൽ 2 ആഴ്ച മുമ്പ് ഒരു റാഗിംഗ് നടന്നിരുന്നു. ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് 1ാം വർഷ വിദ്യാർത്ഥി കോളേജിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര അന്വേഷണ സമിതി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ പരാതിക്കാരനായ അമൽ അടക്കമുള്ള ആളുടെ പേരുകൾ ഈ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേ ചൊല്ലിയാണ് ചില തർക്കങ്ങൾ പിന്നീട് കോളേജിൽ ഉണ്ടാവുകയും ചെയ്തത്. ഈ തർക്കങ്ങളാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. ഇതേ തുടർന്ന് അമൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ചികിത്സ തേടിയ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന SFI പ്രവർത്തകർ താൻ ബൈക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയാണ് ആശുപത്രിയിൽ എത്തിയതെന്ന് ആശുപത്രി അധികൃതരോട് പറയണമെന്ന് നിർദ്ദേശം നൽകിയെന്നാണ് പറയുന്നത്. പിന്നീട് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോഴും ആ സമയത്തും ചികിത്സ തേടിയപ്പോഴും ഈ ബൈക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയെന്ന് പറയാൻ തന്നെ SFI പ്രവർത്തകർ നിർബന്ധിച്ചതായാണ് പറയുന്നത്. എന്തായാലും ഈ കോളേജിന് സമീപത്തുള്ള ഒരു കെട്ടിടത്തിൽ എത്തിച്ച്, ഒരു വീടിന് അടുത്തെത്തിച്ച് 25ഓളം വരുന്ന ആളുകൾ ചേർന്നാണ് തന്നെ മർദ്ദിച്ചത്. അതിൽ ഒരാൾ തന്നെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ ശേഷം ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ആദ്യം തയ്യാറായില്ല എന്നും അമൽ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും അമലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 4 പേർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത്. ഇവർക്ക് പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. മറ്റ് കണ്ടാൽ അറിയാവുന്ന 20ഓളം പേരെയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടുമുണ്ട്. ഇതിന് ഈ അമലിന്റെ വാദങ്ങൾക്ക് നേരെ എതിർ വാദവുമായാണ് ഇപ്പോൾ SFI രംഗത്തെത്തിയിരിക്കുന്നത്. ഈ കോളേജിൽ റാഗിംഗ് നടന്നു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ പരാതി വരുന്ന സാഹചര്യത്തിൽ ഇക്കാര്യം അമലിനോട് ചോദിക്കുകയാണ് ചെയ്തതെന്നാണ് SFI നൽകുന്ന വിശദീകരണം. റൈറ്റ്. എന്തായാലും ഇത്തരം വാർത്തകൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ ഗൗരവത്തിലേക്ക് നമ്മുടെ ഭരണകൂടം എത്തുന്നുണ്ടോ എന്ന സംശയമാണ് ശേഷിക്കുന്നത്. കാരണം ഇവർ കുട്ടികളാണ്. ഇവർ റാഗിംഗ് ഉൾപ്പെടെയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെയുള്ള അധ്യാപകരും റാഗിംഗ് വിരുദ്ധ സ്ക്വാഡുമൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ അനാസ്ഥയ്ക്ക് ജീവനക്കാരും ഉത്തരവാദികളല്ലേ? അവരിങ്ങനെ കൈകഴുകി മാറി നിന്നാൽ മാത്രം മതിയോ? കുട്ടികളെ മാത്രമാണ് കുറ്റം പറയേണ്ടത്. ശക്തമായ ഇടപെടലും നടപടികളുമൊക്കെ ഉണ്ടാകും എന്ന് മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കൂ. മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയത് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചില്ല എന്നുള്ളതാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു ശമ്പളം മുടങ്ങുന്നത് എന്ന് സർക്കാർ ജീവനക്കാർ പറയുന്നു. ഇന്നെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഭരണകൂടം. ശമ്പളം വൈകുന്നതിനെതിരെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം ആരംഭിക്കും. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. ഇനിയും വൈകിയാൽ അത് വലിയ ആയുധമാക്കി രാഷ്ട്രീയ എതിരാളികൾ മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും. എന്താണ് സർക്കാരിന് മുന്നിലുള്ള പ്രതിവിധി? എന്താണ് നീക്കങ്ങൾ? അഭിലാഷ്, ഇന്ന് ശമ്പളം കൊടുക്കുമെന്നാണ് ധനവകുപ്പിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി ശമ്പള വിതരണം
ആരംഭിക്കാനാണ് ശ്രമം. ശമ്പളം നൽകാനുള്ള പണം ഇല്ലാത്തത് കൊണ്ടല്ല, ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകുന്ന സാഹചര്യം തുടർച്ചയായി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നാണ് സർക്കാർ കേന്ദ്രങ്ങൾ പറയുന്നത്, ധനവകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഏറ്റവും അധികം വിശ്വാസ്യതയോടെ അല്ലെങ്കിൽ ഏറ്റവും അധികം ഉറപ്പുള്ള ഒരു കാര്യം സർക്കാർ ജീവനക്കാരുടെ ശമ്പളമായിരുന്നു. അതിനാണ് മുടക്കം വന്നിരിക്കുന്നത്. ചെറിയൊരു തിരിച്ചടിയല്ല സർക്കാരിന് രാഷ്ട്രീയമായി ഉണ്ടാക്കുക. കടുത്ത അതിർത്തിയിലാണ്. നേരത്തെ തന്നെ ഈ ലീവ് സറണ്ടർ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വൈകുന്നതിൽ പോലും വലിയ ആശങ്ക, അതൃപ്തി സർക്കാർ ജീവനക്കാർക്കുണ്ട്. അതിനിടയിലാണ് ശമ്പളം എന്ന അവരുടെ അവകാശം, സർക്കാർ ജീവനക്കാർ ഏറ്റവും വലിയ അവകാശമായി കാണുന്ന 1-ാം തീയതി മുതൽ ശമ്പളം കിട്ടി തുടങ്ങുമെന്നുള്ളതാണ്. അതിനാണ് ഇന്ന് ഇത്തവണ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. അതിൽ കടുത്ത അതിർത്തി ജീവനക്കാർക്കുണ്ട്. പ്രതിപക്ഷ സംഘടനകൾ അനിശ്ചിതകാല സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇന്ന് ശമ്പളം ലഭിക്കാതെ പോവുകയോ ഏതെങ്കിലും നിയന്ത്രണത്തോടു കൂടിയോ, അതായത് മുഴുവൻ ശമ്പളം അക്കൗണ്ടിലേക്ക് വരികയും മുഴുവൻ ശമ്പളം എടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ക്രമീകരണം ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നതിൻ്റെ വാർത്തകളുണ്ടായത്. അങ്ങനെ വരുന്നെങ്കിൽ പോലും ശക്തമായ സമരത്തിനാണ് പ്രതിപക്ഷ സംഘടന, പ്രത്യേക സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെയൊക്കെ തീരുമാനം. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ശമ്പളം വിതരണം ചെയ്ത് തുടങ്ങുമെന്നാണ് ധനവകുപ്പും ധനമന്ത്രിയുടെ ഓഫീസുമൊക്കെ പറയുന്നത്. ഇന്ന് കൃഷി, ഫിഷറീസ്, മൃഗസംരക്ഷണം, സഹകരണ വ്യവസായം തുടങ്ങി 12 വകുപ്പുകളിലെ ജീവനക്കാർക്കാണ് ഈ 4-ാം തീയതി ശമ്പളം ലഭിക്കേണ്ടത്. അതിനു പുറമെ നേരത്തെ ലഭിക്കേണ്ട ജീവനക്കാരുമുണ്ട്. അവർക്കും ഇന്ന് തന്നെ ശമ്പളം നൽകാനാണ് സർക്കാരിൻ്റെ ശ്രമം. അഭിലാഷം, ഇന്ന് തന്നെ ശമ്പളം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ആണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം വൈകുമ്പോൾ അത് പൊതുവിപണിയെ അടക്കം ബാധിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അന്തിമ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി KPCC അധ്യക്ഷൻ K. സുധാകരൻ ഇന്ന് ഡൽഹിയിലെത്തും. നാളെ കോൺഗ്രസ് അധ്യക്ഷനുമായും മറ്റ് നേതാക്കളുമായും ചർച്ച നടത്തും. മറ്റന്നാൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഡാൻ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള അന്തിമമായ ചർച്ചകൾക്ക് വേണ്ടിയാണ് KPCC അധ്യക്ഷൻ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഡൽഹിയിലെത്തിയിരിക്കുന്നത്. കൃത്യമായ തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ദൗത്യം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന നിലപാടിൽ ഇപ്പോഴും കേരള നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം സിറ്റിംഗ് MP-മാർ എന്ന പരിഗണനയ്ക്കപ്പുറം ജയസാധ്യതയ്ക്ക് തന്നെ പരിഗണന നൽകണം പ്രാഥമികമായി എന്ന പൊതുവിലയിരുത്തലിലേക്കാണ് നേതൃത്വം എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ചില മണ്ഡലങ്ങളിൽ പുതുമുഖങ്ങൾ വേണമെന്ന അഭിപ്രായം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സജീവമായി ചർച്ചയിലുണ്ട്. അതടക്കം വിശദമായി കേരള നേതാക്കളുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ച ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക്, സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമമായ രൂപം നൽകുക. എന്തായാലും സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ എല്ലാ തലങ്ങളെയും തൊടുന്ന തരത്തിൽ കൃത്യമായ പരിഗണന നൽകിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി രൂപം നൽകുക എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. സിറ്റിംഗ് MP-മാരിൽ 2-3 പേർക്ക് ഒരു പക്ഷേ മാറ്റമുണ്ടായേക്കാം. അവരെ സംഘടനാ തലത്തിൽ സജീവമാക്കി യുവമുഖങ്ങളെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ബുധനാഴ്ചക്കകത്ത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. LDF-ന് തൊട്ടു പിന്നാലെ BJP-യും 12ഓളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം സജീവമാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ കൃത്യമായ ഒരു സമ്മർദ്ദം കോൺഗ്രസ് നേതൃത്വത്തിന് മേലുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഹൈക്കമാൻഡ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് കേരള നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ സൂചിപ്പിക്കുന്ന പോലെ LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുകയും റോഡ് ഷോയിലേക്കൊക്കെ കടക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് BJP 12 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. എന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആര് എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഇപ്പോഴുമില്ല. പക്ഷേ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിച്ചു എന്നുള്ളത് വസ്തുതയാണ്. BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് പിന്നാലെ വലിയ തോതിലുള്ള ആഭ്യന്തര കലഹം ആണ് പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണ്. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പത്തനംതിട്ട BJP-യിൽ അമർഷം രൂക്ഷമാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് പ്രവർത്തകരുടെ പ്രതിഷേധം. PC ജോർജിന് അനുകൂലമായി FB പോസ്റ്റ് ഇട്ട കർഷക മോർച്ച ജില്ലാ അധ്യക്ഷനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ശശി നാരായണൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശി, ഈ അനിൽ ആന്റണിക്കെതിരെ വലിയ പടയൊരുക്കം എന്ന് തന്നെ പറയാവുന്നൊരു സാഹചര്യമാണല്ലോ ഉള്ളത്. ഇതിൽ നേതൃത്വത്തിൻ്റെ ഇടപെടൽ
ഉണ്ടാകുമോ? ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അഭിലാഷേ, BJPയുടെ A ക്ലാസ് മണ്ഡലമായിട്ടാണ് BJP പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് BJP പ്രവർത്തകർ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഇലക്ഷന് മുന്നോടിയായി തന്നെ ഒരു സജ്ജമായി ഒരു പാർട്ടി പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് ഈ പാർട്ടിയിൽ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കാത്ത, ഒരുപക്ഷെ നേതാക്കന്മാർ പോലും മനസ്സിലുണ്ടാകാത്ത ഒരു സ്ഥാനാർത്ഥി, അതായത് അനിൽ ആന്റണി എന്ന് പറയുന്ന ഈ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ച അനിൽ ആന്റണിയാണ് ഇപ്പം BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് പത്തനംതിട്ട പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വലിയ അതൃപ്തി ഈ പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം PC ജോർജിനെയാണ് സ്വാഭാവികമായും അവർ പ്രതീക്ഷിച്ചത്. ജില്ലാ നേതൃത്വത്തിൽ ആദ്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റിയിൽ പ്രധാനമായും K സുരേന്ദ്രന്റെയും അതുപോലെ തന്നെ ശ്രീധരൻപിള്ളയുടെയും പേരുകളാണ് നിർദ്ദേശിച്ചിരുന്നത്. അതിന് പകരമായി പിന്നീട് PC ജോർജ് എത്തുകയും PC ജോർജിന് അനുകൂലമായ ഒരു താല്പര്യവും പ്രവർത്തനവും ഒക്കെ BJP പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ PC ജോർജ് തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പ്രവർത്തകർക്കുണ്ടായത്. അപ്രതീക്ഷിതമായാണ് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. അത് വലിയ ഒരു അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. അത്തരം അതൃപ്തിയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്യാം തട്ടേൽ എന്ന് പറഞ്ഞ കർഷക മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ഫേസ്ബുക്കിലൂടെ ഇത്തരമൊരു ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. തുടർന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ സമാനമായ രീതിയിൽ പ്രവർത്തകർക്കിടയിൽ ഒരു അതൃപ്തി ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് BJPയിൽ ഉണ്ട്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചുള്ള സുരേന്ദ്രൻ മത്സരം സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചൊരു മണ്ഡലമാണ്, വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. PC ജോർജ് അത് അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. ശബരിമല വിഷയം ഉണ്ടായ സമയത്തൊക്കെ വലിയ അനുകൂലമായി തന്നെ നിന്ന ഒരു നിലപാടാണ് PC ജോർജ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് PC ജോർജ് മത്സരിക്കണം എന്നൊരു താല്പര്യം പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. അത് പ്രതീക്ഷിക്കാതെ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയത്. എന്തായാലും ഒരു പരസ്പരം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെയും അവർ പരസ്പരം നേതാക്കന്മാരെയും ഈ അതൃപ്തി പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി അനിൽ ആന്റണി മണ്ഡലത്തിലെത്തും. വൈകിട്ടോടുകൂടി പാർട്ടി ഓഫീസിലെത്തുന്നത് തുടർ നടപടികൾ പ്രവർത്തകരുമായി ആലോചിച്ച് മുന്നോട്ട് പോകാനാണ് പാർട്ടി ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ചില ആളുകൾക്ക് മാത്രമാണ് ഇത്തരം ചില അതൃപ്തി ഉള്ളത്. അത് സംഘടനാപരമായുള്ള ഇലക്ഷൻ സമയത്തുണ്ടാകുന്ന സ്വാഭാവിക ഒരു നടപടി എന്ന നിലയ്ക്ക് തന്നെയാണ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. പക്ഷെ പരസ്യ പ്രചരണം നടത്തിയതിനെതിരെയാണ് ശ്യാം തട്ടലിനെതിരെ ഇത്തരം ഒരു നടപടി ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അഭിലാഷേ, പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം നേരത്തെ വ്യക്തമായിരുന്നു. പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥിയായി PC ജോർജ് എത്തും എന്നുള്ളതായിരുന്നു പൊതുവേ ഒരു വിലയിരുത്തൽ. അവിടെയാണ് അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായി എത്തിയത്. അതോടെ BJPക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ, ചിലർ പരസ്യമായി തന്നെ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. പത്തനംതിട്ടയിൽ ഇതാണ് സാഹചര്യമെങ്കിൽ കണ്ണൂരിൽ അങ്ങനെയല്ല. പരമാവധി കോൺഗ്രസ് വോട്ടുകൾ തനിക്ക് ലഭിക്കും എന്നാണ് കണ്ണൂരിലെ BJP സ്ഥാനാർത്ഥി C രഘുനാഥ് പറയുന്നത്. കോൺഗ്രസിൽ നിന്ന് കൂടുതൽ നേതാക്കളും പ്രവർത്തകരും BJPയിൽ എത്തുമെന്നും രഘുനാഥ് ന്യൂസ് 18നോട് പറഞ്ഞു. കണ്ണൂരിൽ C രഘുനാഥിന്റെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തു. കോൺഗ്രസിനകത്ത് അസംതൃപ്തരായ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളുടെയൊക്കെ തന്നെ വോട്ട് സമാഹരിക്കാൻ കഴിയും എന്നാണ്. ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ പഴയ കാണുന്ന ഏകശില തത്വം എന്നുള്ള പാർട്ടികളല്ല, അതിനകത്തും ഒരുപാട് ഭിന്നിപ്പുകളും ആളുകളൊക്കെ തങ്ങളുമായി ബന്ധപ്പെടുന്നവരൊക്കെ ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരുപാട് ആളുകൾ ഇത്തവണ മാറി ചിന്തിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അതുതന്നെയാണ് കണ്ണൂരിൽ വിജയിച്ചു വരാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം പകരുന്നതിന്റെ ഘടകം. ഞങ്ങൾ വിജയിക്കാൻ തന്നെ മത്സരിക്കുന്നു, അല്ലാതെ വോട്ട് വർദ്ധിപ്പിക്കാനല്ല, വിജയിക്കാൻ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും മത്സരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇനി വരും. ഇലക്ഷന് മുന്നേ തന്നെ ഒരുപാട് ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ തന്നെ. പല ആളുകൾ ഇപ്പോൾ കാത്തു നിൽക്കുന്നത് ഇതിന്റെ ലിസ്റ്റ് വരാനല്ലേ, ലിസ്റ്റ് വരാൻ കാത്തു നിൽക്കുന്നത്. ഇന്നലെയൊക്കെ ഞങ്ങളെ ബന്ധപ്പെട്ട ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരൊക്കെ പാർട്ടിയിലേക്ക് വരും, പ്രഖ്യാപിച്ചുകൊണ്ട് വരും. ചില ആൾ പ്രഖ്യാപിക്കുന്നുണ്ടാവില്ല, ചില ആൾ പ്രഖ്യാപിക്കാതെ സഹായിക്കാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വലിയ നേതാക്കന്മാർ, അവരൊന്ന് പേരെടുത്ത് പറയുന്നത്. റൈറ്റ്. എന്തായാലും ഇവരൊക്കെ ഇങ്ങനെ വോട്ട് ചോദിച്ച് ജനങ്ങളെ സേവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാണ് ഈ നിയമ നിർമ്മാണ സഭകളിലേക്കൊക്കെ പുറപ്പെടുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ചോദ്യങ്ങൾക്ക് വേണ്ടി അടക്കം പണം ഒക്കെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ചോദിച്ചാൽ എന്താണ്, അവർക്ക് നിയമപരിരക്ഷ ഉണ്ടാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട വിധി ആണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വരേണ്ടത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം നമുക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം. ദേശീയ വാർത്തകൾ വിശദമായി പരിശോധിക്കാം.
വീർക്കാതിരിക്കാൻ കൊല്ലം തേവലക്കര ഇണ്ടിളയപ്പൻ കിരാതമൂർത്തി ക്ഷേത്രത്തിലെ ഓപ്പൺ എയർ സ്റ്റേജ് സമർപ്പിച്ചു. NSS ട്രഷറർ അഡ്വക്കേറ്റ് NV അയ്യപ്പൻ പിള്ള സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് NC രാജഗോപാൽ, സെക്രട്ടറി B സുരേഷ് കുമാർ, KS വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സുരാജ് വെഞ്ഞാറമൂട് തമിഴിലേക്ക്. വിക്രം നായകനാകുന്ന തമിഴ് ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂടും ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കും. SJ സൂര്യയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ആദ്യം പിടിയിലായ 6 പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ബാക്കിയുള്ള 12 പ്രതികളെ കൂടി വിശദമായി ചോദ്യം ചെയ്യലിനായി പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. പ്രതികളുടെ തെളിവെടുപ്പും ഇന്നുണ്ടായേക്കും. മുഖ്യപ്രതി സിൻജോ ജോൺസനെ ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുത്തു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ യുവജന സംഘടനകൾ. കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് മാധ്യമ സമ്മേളനം. മഹിളാ കോൺഗ്രസും KSUവും യൂത്ത് കോൺഗ്രസും സംയുക്തമായാണ് സമ്മേളനത്തിന്റെ ഭാഗമാകുക. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ കള്ളപ്രചാരണം എന്നാരോപിച്ച് CPMന്റെ പ്രതിഷേധ കൂട്ടായ്മ ഇന്ന്. CPM കൽപ്പറ്റ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം. വൈകിട്ട് 4-ന് സർവകലാശാലയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം. ശമ്പളം വൈകുന്നതിനെതിരെ സർക്കാർ ജീവനക്കാർ ഇന്നു മുതൽ സമരത്തിൽ. സെക്രട്ടേറിയറ്റ് സബ് ട്രഷറി ഗേറ്റിന് മുന്നിൽ നിരാഹാരം നടത്തും. ഫെബ്രുവരിയിലെ ശമ്പളം അടിയന്തരമായി ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കം. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലായി 2971 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉള്ളത്. പരീക്ഷ എഴുതുന്നത് 4,27,105 വിദ്യാർത്ഥികൾ. ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ പമ്പയിലെത്തും. രാവിലെ 11 മണിക്കാണ് യോഗം. അടുത്ത മണ്ഡലകാലത്തിനുള്ള ഒരുക്കങ്ങൾക്കും യോഗത്തിൽ തുടക്കമാകും. പാർക്കിംഗ് ഗ്രൗണ്ടിലെ ഒരുക്കങ്ങളും ടോയ്ലറ്റ്, സ്നാനഘട്ട. ദേശീയ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് നിയമനിർമ്മാണ സഭകളിൽ വോട്ട് ചെയ്യുന്നതിനോ പ്രസംഗിക്കുന്നതിനോ കോഴ വാങ്ങിയാൽ വിചാരണ ചെയ്യപ്പെടുന്നതിൽ നിന്ന് MP-മാർക്കോ MLA-മാർക്കോ സംരക്ഷണമുണ്ടോ എന്നതിൽ സുപ്രീം കോടതി വിധി പറയും എന്നതാണ്. ഇത്തരം കുറ്റത്തിന് ജനപ്രതിനിധികളെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കി 1998 സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചിരുന്നു. JMM കോഴക്കേസിലെ ഈ വിധിയാണ് 7-അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നത്. 2012 രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോഴ വാങ്ങി വോട്ട് രേഖപ്പെടുത്തിയ കേസിൽ 1998 വിധി പ്രകാരം കുറ്റവിമുക്തയാക്കണമെന്നാവശ്യപ്പെട്ട് സീതാ സോറൻ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. രാകേഷ് ആണ് ചേരുന്നത്. രാകേഷ്, മാറുന്ന കാലഘട്ടം ആണ്. ഈ പണം ഉൾപ്പെടെയൊക്കെ വാങ്ങിയാൽ അത് തെളിയിക്കുന്നതിനൊക്കെ ഒട്ടേറെ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറ്റം തെളിയിക്കപ്പെട്ടാൽ കർശനമായ ശിക്ഷ ലഭിക്കുക എന്നതാണല്ലോ ആവശ്യം. അപ്പോൾ ഈ വിധി എത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറും? അഭിലാഷ്, തീർച്ചയായും ഏറെ നിർണായകമായ വിധിയാണെന്ന് സുപ്രീം കോടതി പുറപ്പെടുവിക്കാൻ പോകുന്നത്. കാരണം നിലവിൽ വോട്ടിന് കോഴ കേസിൽ MLA-മാർക്കും MP-മാർക്കും പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് നിയമ പരിരക്ഷയുണ്ട്. അപ്പോൾ ആ പരിരക്ഷ നിലനിർത്തണമോ എന്ന കാര്യമാണ് സുപ്രീം കോടതി ഒരു തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നത്. ഏതായാലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 7-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ കേസിൽ വിധി പറയുക. നേരത്തെ ഒക്ടോബറിൽ തന്നെ ഇതിന്റെ വാദം പൂർത്തിയായതാണ്. അപ്പോൾ ഇന്ന് ഈ കേസിൽ വിധി പറയാനിരിക്കുകയാണ്. ഈ കേസിന് ആധാരമായ സംഭവം 2012 നടന്നതാണ്. അതായത് ജാർഖണ്ഡിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ JMM MLA ആയ സീതാ സോറൻ ഇത്തരത്തിൽ പണം വാങ്ങി വോട്ട് ചെയ്തു എന്നാണ് ആരോപണം. അന്ന് സീതാ സോറനെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സീതാ സോറൻ. പക്ഷേ ആ ആവശ്യം തള്ളുകയാണ് ഉണ്ടായത്. തുടർന്നാണ് സീതാ സോറൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. അപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ അവർ മുന്നോട്ട് വെച്ച കാര്യം 98 ഇത്തരത്തിൽ സമാനമായ കേസിൽ നിയമപരീക്ഷ നൽകിക്കൊണ്ടൊരു ഉത്തരവുണ്ട്. അതായത് 91 നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് അന്ന് ആ സർക്കാരിനെ അവിശ്വാസ പ്രമേയത്തിൽ ആ സർക്കാർ രക്ഷപ്പെട്ടത് JMM MP-മാർക്ക് കോഴ വാങ്ങിയ സംഭവമാണ്. അത് രാജ്യത്ത് തന്നെ അന്ന് വലിയ ചർച്ചയായ സംഭവം കൂടിയാണ്. അപ്പോൾ അന്ന് 98 വിധി എന്ന് പറയുന്നത് ഇത്തരത്തിൽ കോഴ നിയമപരിരക്ഷയുണ്ട് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം പരിഗണിക്കണം, അങ്ങനെ ഈ കുറ്റപത്രത്തിൽ നിന്ന് ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആ കേസിലാണ് ഏതായാലും ഇന്ന് സുപ്രീം കോടതി വിധി പറയാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ അമിക്കസ് ക്യൂരിയും ഇത്തരത്തിൽ നിയമപരീക്ഷ നൽകേണ്ടതില്ല
എന്ന നിലപാടാണ് ഈ വാദത്തിനിടെ സൂചിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും 10:00-ക്കാണ് നിർണായകമായ ഈ കേസിൽ വിധി വരുന്നത്. അഭിലാഷ്. റൈറ്റ്. എന്തായാലും ഇന്നത്തെ ഈ വിധി പ്രസ്താവം അത് ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ടതായി മാറും എന്നുള്ളതാണ് നമ്മുടെ നിയമ നിർമ്മാണ സഭകളെ അംഗമായിട്ടുള്ളവർക്ക് ഒരു താക്കീത് കൂടിയായി മാറട്ടെ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രിക്ക് 8ാം തവണയും ED സമൻസ്. ഇന്ന് ഹാജരാകണം എന്നാണ് ആവശ്യം. കോടതിയിൽ കാണാമെന്നാണ് കെജ്രിവാൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ER രാഗേഷ് തന്നെയാണ് ചേരുന്നത്. രാഗേഷ്, നേരത്തെയൊക്കെ ഈ സമൻസ് അയക്കുമ്പോഴും അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സമാനമായ സാഹചര്യമാണല്ലോ ഇപ്പോഴും ഉള്ളത്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, 8ാം തവണയാണ് ED സമൻസ് അയക്കുന്നത്. ഇന്ന് ഹാജരാകണം എന്നാണ് നിർദ്ദേശം. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്നും കെജ്രിവാൾ ഹാജരായിക്കില്ല എന്ന് തന്നെയാണ്. കാരണം കെജ്രിവാൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നത് മാർച്ച് 16-ന് കേസ് പരിഗണിക്കുന്നുണ്ട്. കാരണം ED തന്നെ നൽകിയ കേസാണ്. അപ്പോൾ ആ കേസിൽ ഒരു തീരുമാനം വരട്ടെ, അതിനുശേഷം ഹാജരാകാമെന്ന നിലപാടാണ് അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കെജ്രിവാൾ വ്യക്തമാക്കിയിരിക്കുന്നത് 12-ാം തീയതി വീഡിയോ കോൺഫറൻസ് മുഖേന ചോദ്യം ചെയ്യലിന് ഹാജരാകാം എന്നാണ് കെജ്രിവാൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനോട് EDയുടെ പ്രതികരണം ഇനി എന്ത് എന്നുകൂടി അറിയാനിരിക്കുന്നു. ഏതായാലും നേരത്തെ തന്നെ ED ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിരുന്നതാണ്. കാരണം കെജ്രിവാളിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള സഹകരണവുമില്ല, ചോദ്യം ചെയ്യലിന് സഹകരിക്കുന്നില്ല എന്നായിരുന്നു ED ചൂണ്ടിക്കാണിച്ചത്. തുടർന്നാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ കെജ്രിവാളും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് തെളിവുകളൊന്നും തന്നെ EDയുടെ കൈവശമില്ല. പക്ഷേ ഇലക്ഷൻ മുന്നിക്കണ്ട്, തെരഞ്ഞെടുപ്പ് മുന്നിക്കണ്ട് ഒരു നീക്കം നടത്തുന്നു, ED ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നു എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. ഏതായാലും ആദ്യത്തെ നിലപാടെന്നൊക്കെ മാറിക്കൊണ്ട് 12-ാം തീയതി വീഡിയോ കോൺഫറൻസ് മുഖേന ഹാജരാകാമെന്ന നിലപാട് കെജ്രിവാൾ ഇപ്പോൾ EDയെ അറിയിച്ചിട്ടുണ്ട്. അതിൽ ED എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് അറിയാനുള്ളത്. അഭിലാഷ്. വളരെ പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളുടെ വിശദാംശങ്ങളാണ് ER രാഗേഷ് നൽകിയത്. അതോടൊപ്പം തന്നെ കർഷക സമരം കടുപ്പിക്കുകയാണ്. ബുധനാഴ്ച ഡൽഹിയിൽ ലക്ഷക്കണക്കിന് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കും എന്നാണ് സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചിട്ടുള്ളത്. 10-ന് രാജ്യവ്യാപകമായി തീവണ്ടികൾ തടയും എന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും സമരം തുടരും എന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തിനിടെ പ്രധാനമന്ത്രി ഇന്ന് തെലങ്കാനയിലാണുള്ളത്. ആദിലാബാദിൽ 56,000 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടിയിലും നിർവഹിക്കും. തുടർന്ന് ചെന്നൈയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ആണവോർജ്ജ വിഭാഗത്തിന് കീഴിലുള്ള കൽപ്പാക്കത്തെ നാഭിക്കിയ വിദ്യുത് നിഗം ലിമിറ്റഡ് കമ്പനി സന്ദർശിക്കും. ഇവിടെ തദ്ദേശീയ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡ് റിയാക്ടറിന്റെ പ്രധാന ലോഡിംഗ് പ്രധാനമന്ത്രി നോക്കിക്കാണും. ഹൈദരാബാദിലേക്ക് മടങ്ങുന്ന പ്രധാനമന്ത്രി നാളെ സംഗറെഡ്ഡിയിൽ 6,800 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും. റോഡ്, റെയിൽ, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിങ്ങനെ വിവിധ മേഖലകളിലെ പദ്ധതികളാണ് സംഗറെഡ്ഡിയിൽ ഏറ്റെടുത്തിട്ടുള്ളത്. ലോകവാർത്തകളിൽ പ്രധാനം ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് അമേരിക്ക രംഗത്തെത്തി എന്നുള്ളതാണ്. ഗാസയിലെ സാഹചര്യം ദുരിതപൂർണ്ണമാണ് എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ആണ് പറയുന്നത്. ജനങ്ങൾ പട്ടിണിയിലാണ്. സഹായം വർദ്ധിപ്പിക്കാൻ ഇസ്രായേൽ സർക്കാർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നും ആഹ്വാനം ചെയ്യുന്നുണ്ട്. അയൽരാജ്യമായ പാകിസ്ഥാനിൽ ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ്. ഇതിൽ 29 മരണം ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 50 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിരവധി വീടുകൾ തകർന്നതായി റിപ്പോർട്ടുകളുണ്ട്. ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യകളിൽ ആണ് ഈ മഴക്കെടുതി ഏറ്റവും രൂക്ഷം. 10,000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വാർത്താരംഭം അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ദേശീയ തലത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ചർച്ചയായി മാറുന്ന ഒന്നുണ്ട്. അത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ആണ്. ഇതേ സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. ഇന്നലെ ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിൽ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കണം എന്ന ആവശ്യം ഉയർന്നതിനെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ മാസമാണ് സുരേഷ് ഗോപി തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തി മാതാവിന് കിരീടം സമർപ്പിച്ചത്. എന്നാൽ 500 ഗ്രാമിലധികം ഭാരമുള്ള കിരീടം ചെമ്പിൽ സ്വർണം പൂശിയാണ് നിർമ്മിച്ചതെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിച്ചു. ഇതോടെ ഇടവക പ്രതിനിധി യോഗത്തിൽ ഒരു വിഭാഗം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സത്യാവസ്ഥ അറിയണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി. ഇതേ തുടർന്നാണ് പള്ളി വികാരിയെയും ട്രസ്റ്റിയെയും കൈകാരന്മാരെയും ചേർത്ത കമ്മിറ്റി രൂപീകരിച്ചത്. ഈ കമ്മിറ്റി കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കും. ശേഷം വിഷയത്തിൽ മറുപടി നൽകാമെന്ന് പള്ളി വികാരി യോഗത്തെ അറിയിക്കുകയും ചെയ്തതായി സ്ഥലം കൌൺസിലറും ഇടവക പ്രതിനിധിയുമായ ലീല വർഗീസ് വ്യക്തമാക്കി. ഇതിനൊരു റിപ്ലൈ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇതാണ് പറഞ്ഞത്, നമുക്ക് പല ഗിഫ്റ്റുകളും കിട്ടുന്നുണ്ടെങ്കിലും ഇത് ഞങ്ങൾ നോക്കിയിട്ടില്ല,
ഇത് ചെമ്പാണോ എന്ന്. സാധാരണ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണല്ലോ അത് അക്സെപ്റ്റ് ചെയ്യുക. അച്ഛൻ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷമുള്ള കാര്യം ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിരുന്നു. നല്ലൊരു ഗിഫ്റ്റാണെങ്കിൽ അച്ഛൻ അത് പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കണേ എന്നുള്ളത് വീണ്ടും പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് എല്ലാം കൂടി അവസാനം നമുക്ക് വന്നതും കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം കൂടി കണക്കാക്കി, അതായത് കൈക്കാരന്മാരും അച്ഛനും അടങ്ങുന്നൊരു കമ്മിറ്റി അതിൻ്റെ കണക്കുകൾ നോക്കി പിന്നീട് നിങ്ങളെ അറിയിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ജനങ്ങൾ മൊത്തത്തിൽ പറയുന്നത് അത് ചെമ്പുമ്മേ സ്വർണം പൂശിയതാണ് എന്നാണ്. കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് കൃത്യമായി പരിശോധിച്ച സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വരും കാല ഇടവക പ്രതിനിധികൾ കിരീടം പരിശോധിക്കുകയും ഇപ്പോഴത്തെ ട്രസ്റ്റിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്താൽ മറുപടി ഉണ്ടാകില്ലെന്നും ഒരു വിഭാഗം യോഗത്തിൽ വ്യക്തമാക്കി. ഇതുകൂടി കണക്കിലെടുത്താണ് കിരീടം ശാസ്ത്രീയമായി പരിശോധിക്കാൻ ധാരണയായത്. ന്യൂസ് 18 തൃശൂർ. നമ്മുടെ കലാലയങ്ങളിൽ ഇടിമുറികൾ ഉണ്ട് എന്ന വാർത്ത ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ പൊതുസമൂഹം ഞെട്ടലോടെയാണ് കേട്ടത്. അതേ കലാലയങ്ങളിൽ സഹപാഠികൾ ഒരു കുട്ടിയെ മരണത്തിലേക്ക് അയച്ചു എന്നതും അതേ ഞെട്ടലോടെ കേരളം കേൾക്കുകയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി കുട്ടികളോടൊരിക്കൽ ആഹ്വാനം ചെയ്തത് കുട്ടികളെ നിങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം പഠിക്കുക എന്നതാണ്, രണ്ടാമത്തെ ലക്ഷ്യവും പഠിക്കുക എന്നതാണ്, മൂന്നാമത്തെ ലക്ഷ്യം പഠിക്കുക എന്നതാണ് എന്നാണ്. നമ്മുടെ കുട്ടികൾ SSLC പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുകയാണ്. ജീവിതത്തിലെ പരീക്ഷണങ്ങളെ തരണം ചെയ്യാനുള്ള പാഠമാണ് ഈ പരീക്ഷകൾ. ഈ പരീക്ഷകളിലെ ഉയർന്ന മാർക്കല്ല അവരുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗകര്യം വർദ്ധിപ്പിക്കലും